ഹലോ, ഹായ്. അപ്പം നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ്റെ കുറച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം കൊച്ചിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. നമ്മളൊരു ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചു. എല്ലാവർക്കും എത്തിച്ചേരാനുള്ള എളുപ്പം കൊണ്ട് മാത്രമാണ് മാറ്റി വെച്ചത്. പൊന്നുവിൻ്റെ വീട്ടിൽ വെച്ച് ഇടമല വെച്ചാണ് പ്രോഗ്രാം എല്ലാം നടന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കുറച്ച് കൂട്ടുകാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എല്ലാവരെയും വിളിച്ച് നടത്താനുള്ളൊരു സാമ്പത്തിക നമ്മുടെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരെയും എല്ലാവരെയും വിളിച്ച് വേറെ പ്രോഗ്രാംസ് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്യുന്ന ബെസ്റ്റ് ബേക്കറി എന്നാണ്. നല്ല കിടിലൻ കേക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു വന്നു. പിന്നെ കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോസ്, അത് ചെറുപ്പത്തോട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. എൻ്റെ ഫാമിലിയിൽ നിന്നും അവളുടെ ഫാമിലിയിൽ നിന്നും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവിടുത്തെ തൊട്ടടുത്തുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അവന് നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് വരുന്നത്. ആൾ ഇച്ചിരി മൂഡ് ഓഫ് ആയിരുന്നു. അവൻ്റെ ഉറക്കം ശരിയായില്ല. അതിൻ്റെതായൊരു ഇതുണ്ടായിരുന്നു അവനിങ്ങനെ നല്ല കിഡിലൻ കോസ്റ്റ്യൂമൊക്കെ ആയിട്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ഡ്രസ്സിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു കേട്ടോ. നല്ല കിഡിലൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ അച്ഛൻ വന്നു. അച്ഛനോട് വർത്തമാനം പറഞ്ഞു. അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ പുതിയതായിട്ട് അവരുടെ ഇടവകയിൽ വന്നൊരു അച്ഛനാണ്. അവർ അച്ഛനോട് സംസാരിച്ചു, വർത്തമാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കിയത്. അതെൻ്റെ ഫാദറിൻ്റെയും അവരുടെ ഉപ്പയുടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെയാണ് അത് റെഡിയാക്കിയത്. നല്ല കിടിലൻ ഭക്ഷണമായിരുന്നു കേട്ടോ. ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൽ നിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട ഭവനത്തിനു വേണ്ടി, ഈ ഭവനത്തിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് അത്ഭുതകരമായി, അതിശയകരമായി പ്രിയപ്പെട്ടവരെ കർത്താവ് പരിപാലിച്ചതിനായി നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മച്ചിക്ക് ദാനമായി കൊടുത്ത മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയ പൈതലിനോടുകൂടെ, അവന്റെ വളർച്ചയോടുകൂടെ, അവന്റെ എല്ലാവിധമായ ആവശ്യങ്ങളോടുകൂടെ ഇന്നും എന്നേക്കും കാലാവസ്ഥ കൂടാതെ ഇരിക്കുമാറാകട്ടെ. നല്ലൊരു കിടിലൻ പ്രോഗ്രാമായിരുന്നു. പിന്നെ എൻ്റെ പപ്പ ഇല്ലായിരുന്നു, അനിയനില്ലായിരുന്നു, പിന്നെ അവളുടെ ചേച്ചി ഇല്ലായിരുന്നു, ആമിക്കൊച്ചില്ലായിരുന്നു, ജിയോ ചേട്ടനില്ലായിരുന്നു. എല്ലാവരും നമ്മൾ വളരെയധികം മിസ് ചെയ്തു. പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലാണ് ഫോളോ ചെയ്യുക. പിന്നെ ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും സഹകരിച്ച എല്ലാവരോടും സ്നേഹവും സന്തോഷവും മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കേക്കെല്ലാം കൊടുത്ത് നല്ല കിടിലൊരു പ്രോഗ്രാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചെറിയ സന്തോഷങ്ങൾ എപ്പോഴും എന്നെ സംബന്ധിച്ചാൽ എനിക്ക് വളരെ വലുതാണ്. അങ്ങനെ നല്ലൊരു പ്രോഗ്രാം അവസാനിച്ച് പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.